ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലുള്ള ആ ഒരു ഫ്രോക്കും പിന്നെ ഈ ഒരു ഫ്രോക്കും ഒരു കുട്ടിക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ഈ ഒരു തുണി ഒരു വൈറ്റ് കളറ് തുണിയിൽ ഒരു ഓറഞ്ച് കളറിൽ ചെറിയ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു തുണിയാണ്. അപ്പോൾ ഇതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല, അത്യാവശ്യം കട്ടിയുള്ളൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ തയ്ച്ച ആ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്തിലാണ് ഇതും കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞെറിവിടാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഫസ്റ്റ്. അപ്പോൾ ഞെറിവിടാൻ അധികം ഒന്നും തുണി ഇല്ല കേട്ടോ, കുറച്ച് ഞെറിവേ ഇടാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബാക്കിയുള്ളത് ഈ ഒരു പീസാണുള്ളത്. ഇതിൽ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുക്കണം, പിന്നെ ബോഡി പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ആക്കിയിട്ട് മടക്കി ഇടുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എന്തൊരു തുണി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നാലും അതിൻ്റെ ഒരു വലിയ ഒരു പോർഷനാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് വലിയ ഭാഗത്തേക്ക് തികയാത്തൊരവസ്ഥ വരും. അപ്പോൾ അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്ലീവ് ആദ്യം ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ തുണി തന്ന പാടെ നമ്മൾ കട്ട് ചെയ്ത് ഒരിക്കലും എടുക്കരുത്. എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടോ, വല്ലതും കിട്ടുമോ, എങ്ങനെ അടിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് വട്ടം അതുപോലത്തെ ഒരു അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മുകൾ ഭാഗമല്ലേ ആദ്യം വെട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് മുകൾ ഭാഗം ആദ്യം വെട്ടിയെടുത്ത് പിന്നെ ബാക്കിയുള്ളതൊന്നും തികയാതെ വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മറ്റേ ഒരു ഫ്രോക്കിന് നമ്മൾ സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് കേട്ടോ. ലൈനിങ് ഒന്നും ഇല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിയുന്നതാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കട്ടയിൽ അടിപൊളിയായി തന്നെ നമ്മളെ സ്റ്റിച്ചിങ് നല്ല അടിപൊളിയിൽ വരും. അപ്പോൾ ബോഡി പാർട്ട് ഇത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനിതുപോലെ കറക്റ്റ് അളവ് വരച്ചിട്ട് പിന്നെ നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കൽ. ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ കഴുത്തിന്, ഷോൾഡറിന്, പിന്നെ ഈ ആം ഹോളിനൊക്കെ നമ്മൾ ഒരു 1/2 ഇഞ്ചൊക്കെ മതി. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല വൃത്തിയിൽ വരും. പിന്നെ ഒരു സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് 2 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലൂസാക്കാനും ടൈറ്റാക്കാനൊക്കെ നമുക്ക് അതിനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം തുമ്പ് ഇടാറുണ്ട് അവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ കൈ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. കൈ ചെറുതായിട്ടൊരു പഫാണ്, പക്ഷെ അധികം തുണിയില്ലാത്ത കാരണം നമുക്ക് ചെറുതായിട്ടൊരു 2-3 ഞെറിവ് ഇടാൻ പറ്റുന്ന ഒരു പഫ് നമുക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കൂടുതലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പൊന്തി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണിയുള്ളതിനനുസരിച്ചിട്ട് ഫുള്ള് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ബാക്കി തുണിയൊന്നുമില്ല, തുണി കുറവേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഞെറിവിടാനുള്ള ആ ഒരു ഭാഗം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലെയറായിട്ടൊന്നല്ല, ഒരു ലെയറിൽ തന്നെയാണ് നമ്മൾ ഞെറിവിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ഏകദേശം ഒരു 4 ഇഞ്ചൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ അളവ് എടുക്കാതെയാണ് മുറിച്ചെടുത്തിട്ട്. അപ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഞെറിവിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ടിൽ ഞെറിവിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക. ക്രോസ് പീസാണ് ഇതിന് എടുക്കേണ്ടത് കേട്ടോ. പക്ഷെ ക്രോസ് പീസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളുള്ളൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് എടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റിൽ
റൗണ്ടിൽ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് ഭാഗം കൂടി ഒന്ന് അതിൻ്റെ നെക്കും കൂടി ഒന്ന് പൈപ്പിങ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് സിബ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു വൈറ്റ് സിബായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് യെല്ലോ സിബായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സിബ് ചെറിയൊരു സിബായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കാട്ടും വലുത് എടുത്തും ഒരു യെല്ലോ സിബാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ വെള്ള സിബ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് ചെറുതായിരുന്നു. അപ്പോൾ വലിയ സിബന്നെ വെച്ച് കൊടുത്തിട്ട് ഫുൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് വലിയ സിബന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ട് ഭാഗവും കൂടി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സ്ലീവും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. സ്ലീവിന് ഇത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നെറിവേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ട് സ്ലീവും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഞെറി വിടാം കേട്ടോ. ഓൾറെഡി ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് ഞെറിവിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഞെറിവാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ സിമ്പിളായിട്ടുള്ള ഒരു ഞെറിവാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് മറ്റേ ഭാഗത്തേക്കും ഞെറിവിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരളവ് വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. Bye.